ഹായ് ഫ്രണ്ട്സ്, സ്റ്റിച്ചിങ് ഫ്രണ്ട് എന്ന നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റെഡിമെയ്ഡ് ലുക്കിൽ ഒരു പ്രിൻസസ് കട്ട് കുർത്തിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അളവ് കുർത്തിയിൽ നിന്നും അളവെടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ തൊട്ട് മുന്നേ ഇട്ടിരുന്നു. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് അളവ് ടോപ്പിൽ നിന്നും അളവെടുത്തിട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. ഈ അളവ് ടോപ്പ് ഇതിൻ്റെ മുകളിൽ വെച്ച് കട്ട് ചെയ്യുന്ന രീതിയും സ്റ്റിച്ച് ചെയ്യുന്ന രീതിയും ഒക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കാം. കുർത്തി സ്റ്റിച്ചിങ്ങിൻ്റെ നേരത്തെ ചെയ്തിരിക്കുന്ന വീഡിയോ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഈ വീഡിയോൻ്റെ താഴെ വലതുഭാഗത്ത് വി ഷേപ്പിലൊരു മാർക്ക് കാണാം. അതിൽ ടച്ച് ചെയ്താൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ആയിട്ട് കിട്ടും. ഇതിപ്പോൾ 2.25 മീറ്റർ മെറ്റീരിയലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 2.5 മീറ്ററിലാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. സ്ലീവ് ജോയിൻറ്റ് ചെയ്യേണ്ടി വരുമെന്ന് മാത്രം. സ്ലീവ് 2 പീസ് ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ തുണി ഫുള്ളായിട്ട് വിടർത്തി എടുത്തിട്ട് നമ്മൾ ബാക്ക് പോർഷനാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരറ്റത്ത് നിന്നും നമുക്ക് ഈ ചുരിദാറിന് വേണ്ട നമ്മൾ അളവ് വെച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അതിനേക്കാൾ ഒരു 2.5 ഇഞ്ച് കൂടി വീതി കൂട്ടിയിടുക കേട്ടോ. കാരണം പ്രിൻസസ് കട്ട് ആകുമ്പോൾ അത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അല്പം വീതി കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് ഈ ബാലൻസ് വന്നിരിക്കുന്ന ഭാഗത്തു നിന്ന് നമുക്ക് സ്ലീവ് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഈ ഒരു വശം മാത്രം ചെയ്യുന്നത്. കൂടാതെ നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്ത ശേഷമാണ് അത് വെച്ചിട്ടാണ് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് പോർഷന് അല്പം കൂടി വ്യത്യാസം വരുന്നുണ്ട്. ഫ്രണ്ട് താഴെയും മുകളിലും ചെറിയൊരു ഓപ്പൺ വന്നിട്ടാണ് ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫുൾ ലെങ്ത്ത്, ആ ഫുൾ ലെങ്ത്തിനോട് 1.5 ഇഞ്ച് കൂട്ടിയെടുക്കുക. പിന്നീട് പ്രിൻസസ് കട്ട് ആയിട്ട് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടി കൂട്ടുക. അതായത് 2.5 ഇഞ്ച് കൂട്ടുക. കാരണം കട്ട് ചെയ്ത് ഈ പ്രിൻസസ് കട്ട് പീസ് ജോയിൻ ചെയ്ത് വരുമ്പോൾ ഒരു ഭാഗം കയറി ഇറങ്ങിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ലെവൽ ചെയ്യുമ്പോൾ നമുക്ക് ഇറക്കം കുറഞ്ഞു പോവാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ താഴെ നിന്നുള്ള ഇറക്കം എടുത്ത് മാർക്ക് ചെയ്ത ശേഷം ഇനി നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആ അളവ് ടോപ്പിൽ നിന്ന് നമുക്ക് ഷോൾഡർ കിട്ടിയിരിക്കുന്നത് എത്രയാണോ അതാണ് കേട്ടോ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ക്ലിയറായിട്ട് അളവ് ടോപ്പിൽ നിന്നും അളവെടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാകും. അപ്പോൾ ഷോൾഡർ നമ്മൾ എടുത്തിരിക്കുന്നതിൻ്റെ നേർ പകുതി എടുത്തു. പിന്നെ താഴേക്ക് നമ്മൾ കൈക്കുഴി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അളവ് ടോപ്പിൽ നിന്നും കൈക്കുഴി എടുക്കുന്നത് കൂടാതെ പ്രിൻസസ് കട്ട് ആവുകൊണ്ട് ആ കൈക്കുഴി ഭാഗത്തേക്ക് കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇടുവാണ്. അതായത് ഇതുപോലാണ് പ്രിൻസസ് കട്ട് വരുന്നത്. അപ്പോൾ ആ ജോയിൻ ചെയ്ത് പോകുമ്പോൾ 1 ഇഞ്ചിൻ്റെ അടുത്ത് കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് നമ്മൾ ആ ഒരിത് എക്സ്ട്രാ ഇടുന്നത്. ഇപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാകും. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഷോൾഡർ മാർക്ക് ചെയ്തു. ഇനി കൈക്കുഴി മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ബാക്ക് നെക്ക് മാർക്ക് ചെയ്യുവാണ്. അപ്പോൾ അളവിൻ്റെ അനുസരിച്ച് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അളവ് ടോപ്പിൽ നിന്ന് അളവെടുക്കാം. അപ്പോൾ ബാക്ക് നെക്ക് അധികം ഇറങ്ങാത്തത് കൊണ്ടാണ് നമുക്ക് ഉള്ള ഷോൾഡറിൻ്റെ അളവിൻ്റെ നേർ പകുതി എടുക്കണം. ബാക്ക് നെക്ക് ഇറങ്ങി വരുന്ന മോഡലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പകുതി എടുക്കേണ്ട. അത് ഞാൻ മുൻപുള്ള വീഡിയോകളിൽ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് അളവാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അളവിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ചെസ്റ്റ് അളവിൻ്റെ 4/1. കൂടാതെ പ്രിൻസസ് കട്ട് വരുമ്പോൾ അവിടെ എക്സ്ട്രാ ഒരു 1 ഇഞ്ചിൻ്റെ അടുത്ത് വരും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ 1 ഇഞ്ച് കൂടി കൂടുതൽ, ഒന്ന് വേണ്ട, ഒരു 3/4 ഇഞ്ച് കൂടി കൂടുതലിട്ട് വേണം ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാൻ. ഇപ്പോൾ നമുക്ക് 10.5 കിട്ടിയിരിക്കുന്നതെങ്കിൽ 11.25 ചെയ്യണം. അതിന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ചുരിദാർ ടൈറ്റായിപ്പോവും. ഇനി ഷോൾഡർ ഭാഗത്തു നിന്നും താഴേക്കൊരു 14 ഇഞ്ച് പിടിച്ചിട്ടാണ് നമ്മൾ അളവ് ടോപ്പിൽ നിന്നും അളവെടുത്തത്. നമുക്ക് ഷേപ്പിന് വേണ്ടി വരുന്ന ആ ഒരു ഭാഗം ഇതാണ്. അപ്പോൾ അളവ് ടോപ്പിൽ നിന്നും എടുത്ത അളവിൻ്റെ 4/1 അളവ് ടോപ്പിൽ നിന്ന് നമ്മൾ നേർ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതായത് ഫ്രണ്ട് പോർഷൻ്റെ മാത്രം. അതിൻ്റെ പകുതിയോട് 3/4 ഇഞ്ച് കൂട്ടുക. വീണ്ടും 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേണ്ടിയ തയ്യൽ തുമ്പ്. ഇനി നമ്മൾ സ്ലിറ്റ് വരെയുള്ള അളവെടുത്തായിരുന്നു 20 ഇഞ്ച്. അപ്പോൾ അതങ്ങനെ താഴെ വരെ എടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ സ്ലിറ്റ് വരെയുള്ള ഭാഗത്തെ അളവും അതിനോട് 3/4 ഇഞ്ച് കൂട്ടുക. പ്രിൻസസ് കട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിയുമ്പോഴാണ് അത് മനസ്സിലാകുകയുള്ളൂ. ആ കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്യുന്ന ആ ഒരു ഭാഗം കുറവ് വരാതിരിക്കാനാണ്. അപ്പോൾ സ്ലിറ്റ് വരെ നമ്മൾ മാർക്ക് ചെയ്തു. അവിടെയും ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് വേണം നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട്. ഈ പോയിൻറ്റ്സ് എല്ലാം കൂടി യോജിപ്പിക്കുക. അപ്പോൾ യോജിപ്പിച്ച ശേഷം
ആ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിരിക്കുന്നത് കൂടി ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് താഴേക്ക് നമ്മൾ സ്ലിറ്റിൻ്റെ ഏറ്റവും താഴെ ഭാഗം ലെങ്ത്ത് തീരുന്ന ആ ഭാഗം എത്ര വീതി വേണമെന്ന് നമ്മൾ എടുത്തിരുന്നു. അതിനേക്കാൾ 1.5 ഇഞ്ചും പ്രിൻസസ് കട്ട് വരുമ്പോൾ പോകുന്ന 3/4 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 2.25 ഇഞ്ച് താഴെ ഭാഗം എക്സ്ട്രാ ഇട്ടിട്ട് വേണം. നമ്മൾ അളവെടുത്തതിനേക്കാൾ എക്സ്ട്രാ ഇട്ടിട്ട് താഴെ കൂടി മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ കൈക്കുഴിയാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കോർണർ പോയിന്റിൽ നിന്ന് 3/4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ. ഇത് ബാക്ക് പോർഷനാണ് കേട്ടോ. ഫ്രണ്ട് പോർഷൻ നമ്മൾ കട്ട് ചെയ്യുമ്പോഴല്ല, സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ അല്പം കുഴിച്ചു വെട്ടിയുന്നുണ്ട്. ബാക്ക് പോർഷൻ വിടർച്ച കിട്ടാനായിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കർവ് ചെയ്താലും മതി. ഇനി നമുക്ക് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ തുണിയുടെ ഏത് ഭാഗത്തു നിന്നാണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മളിതാ ഈ ഒരു തേര് തമ്മിൽ കൂട്ടി വയ്ക്കുന്ന രീതിയിൽ ബാക്കിയുള്ള പോർഷൻ മടക്കുക. കാരണം നമുക്ക് ഫ്രണ്ട് പോർഷൻ എടുക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ തേര് വരുന്ന ഭാഗമാണ് ഫ്രണ്ട് ഭാഗത്തിൻ്റെ മിഡിൽ പോർഷനായിട്ട് വരുന്നത്. ഓപ്പൺ വരുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് നെക്ക് വരുന്ന രീതിയിലാണ് തുണി മടക്കിയിടേണ്ടത്. അപ്പോൾ ആദ്യം തേര് രണ്ടും കൂട്ടി ഇതുപോലെ മടക്കിയ ശേഷം ആ നെക്ക് വരുന്ന ഭാഗം നമ്മൾ നിൽക്കുന്ന വശത്തേക്ക് തിരിച്ചിടുക. കണ്ടോ? ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് തേര് വരുന്നുണ്ട്. ഈ ഭാഗം നെക്ക് വരുന്ന രീതിയിൽ. എന്നിട്ട് നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിൽ ഇടുക. അപ്പോൾ അത് ആ തേരിൻ്റെ അടുത്ത് നിന്നും 1.5 ഇഞ്ച് ഡിസ്റ്റൻസ് മാറ്റിയിട്ടിട്ട് വേണം നമ്മൾ ഈ ബാക്ക് പോർഷൻ ഇടാനായിട്ട്. കണ്ടോ? ഈ ഭാഗം നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫ്രണ്ടും ബാക്കും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഇത് 2 പീസ് കട്ട് ചെയ്തെടുത്ത ശേഷം മാത്രം നമുക്ക് പ്രിൻസസ് കട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ഇങ്ങനെ ഇട്ട ശേഷം ഇതിൻ്റെ ചുറ്റും ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് നെക്ക് കട്ട് ചെയ്ത് മാറ്റാം അതേ ഷേപ്പിൽ കേട്ടോ. അപ്പോൾ സെൻറ്റർ ഭാഗത്ത് പടി പോലെ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കത് ആ ഒരു ഷോൾഡറിൻ്റെ പോയിൻ്റ് മാർക്ക് ചെയ്ത ശേഷം ഈ ബാക്ക് പോർഷൻ എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് 5 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്ത് കിട്ടിയിരിക്കുന്നത്, നമുക്ക് അളവിൽ നിന്നും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ 5 ഇഞ്ച് താഴേക്ക് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഒരു ബോക്സ് പോലെ ഇതാക്കിയെടുക്കുക. അപ്പോൾ നെക്കൊന്ന് ശ്രദ്ധിക്കുക, അധികം വൈഡായിട്ട് ഉള്ള നെക്കല്ല നമുക്ക് അളവിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ താഴേക്കുള്ള പടിയാണ് കേട്ടോ. ആ ഒരു ഭാഗം വരെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യണം. എന്നിട്ട് അളവ് പോലെ തന്നെ നെക്ക് മാർക്ക് ചെയ്യുക. അപ്പോൾ ഈ നെക്ക് അളവ് ടോപ്പ് വെച്ചിട്ട് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ആ ബാക്ക് പോർഷൻ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. ഇവിടെ ഈ പടിക്കുള്ളത് ഇട്ടിട്ട് കറക്റ്റായിട്ട്. ഇനി നമുക്ക് പ്രിൻസസ് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ 2 പീസും കൂടി ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ ബാക്ക് പോർഷൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നിന്നും ഒരു 4 അല്ലെങ്കിൽ 4.5 ഇഞ്ച് നീക്കുക. മുകളിൽ നിന്ന് നമുക്ക് ടക്ക് പോയിൻ്റ് ഉണ്ടാകും. അപ്പോൾ ഒരു 10 ഇഞ്ച്, അത് നമ്മുടെ ഉയരത്തിനനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. നമ്മുടെ ബെസ്റ്റ് പോയിൻറ്റിലേക്കാണ് നമ്മളത് കണക്കാക്കേണ്ടത്. അതിന് ശേഷം ഈ കർവ്, ഈ ഒരു കൈക്കുഴി ഭാഗത്ത് വരുന്ന ആ ഒരു കോർണർ ഉണ്ടല്ലോ, ആ കോർണറിൽ നിന്നുമായിട്ട് നമുക്ക് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താലും മതിയാകും. ഈ ഒരു പോയിൻറ്റിലേക്ക് ഇങ്ങനെ കർവ് ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുത്താലും മതിയാവും നമുക്ക് കറക്റ്റായിട്ട് വരാനായിട്ട്. എന്നിട്ട് നമ്മൾ സെൻറ്ററിൽ നിന്നും എത്രയാണോ ഡിസ്റ്റൻസ് കൊടുക്കുന്നത്, 4.5 ആണെങ്കിൽ 4.5 കറക്റ്റായിട്ട് ഇതുപോലെ താഴെ വരെ ആ 4.5 തന്നെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം ഒന്ന് കർവ് ചെയ്തെടുക്കണം, വല്ലാതെ കൂർമ്മിച്ച് പോവരുത്, നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും. അങ്ങനെ താഴെ വരെ മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം താഴെ നിന്നും സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുക. ഈ കൈക്കുഴി 2 പീസ് ജോയിൻ ചെയ്ത് വരുമ്പോഴാണ് ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ 1/2 ഇഞ്ച് വണ്ണത്തിനും കൈക്കുഴിക്കും വ്യത്യാസം വരും എന്നുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ ഡിസൈൻ നോക്കിയിട്ട് തന്നെയാണ് ഞാനിതിന് സ്ലീവ് ഇട്ടിരിക്കുന്നത്. 2.25 ഇഞ്ച് വരുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ നിന്നും കിട്ടിയിരിക്കുന്ന പീസാണ് സ്ലീവിന് വേണ്ടി 4ആയിട്ട് മടക്കിയിരിക്കുന്നത്. ചില സമയം നിങ്ങൾക്ക് സ്ലീവ് തികയാതെ വരുവാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്ലീവ് വേണ്ടി വരുന്നത് ഇറക്കം അളവിൽ നിന്നും എടുത്തിട്ട് അതിനോട് 1.5 ഇഞ്ച് കൂട്ടിയെടുക്കുക. നമുക്കിവിടെ 16 ഇഞ്ചാണ്. അപ്പോൾ നമ്മളൊരു 17.5 ഇഞ്ചിൽ 18 ഇഞ്ചിലാണ് നമ്മൾ മാർക്ക് ചെയ്യുവാണ്. കണ്ടോ? ഈ ഒരു ലെങ്ത്തിൽ മാർക്ക് ചെയ്യുവാണ്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗം 9.5 ഇഞ്ച് കുറഞ്ഞത് നമുക്ക് കിട്ടിയിരിക്കണം.
അപ്പോൾ ആ ഒരു 9.5 ഇഞ്ച് നമുക്ക് ഇങ്ങനെ മടക്കുമ്പോൾ കിട്ടിയില്ല എങ്കിൽ ആ തുണി അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടുക. എന്നിട്ട് നമുക്ക് ആ ഒരു ഭാഗത്തൊരു പീസ് ചെയ്ത് കൊടുത്താലും മതിയാകും. ഇങ്ങനെ മുകളിൽ നിന്നും താഴേക്ക് ഒരു 3.5 അല്ലെങ്കിൽ 4 ഇഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ. വലിയ സൈസാണെങ്കിൽ 4 ഇഞ്ച് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ സൈസാണെങ്കിൽ 3.5 മതി. എന്നിട്ട് ഈ സെൻട്രൽ പോയിന്റിൽ നിന്നും ഇതുപോലെ കർവ് ചെയ്ത് ആ സ്ലീവിൻ്റെ ഒരു ഷേപ്പ് ആക്കിയെടുത്ത ശേഷം താഴെ ഭാഗം നമുക്ക് എത്രയാണോ സ്ലീവ് റൗണ്ട് വേണ്ടത് ആ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. അതിന് എക്സ്ട്രാ ആയിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പിടുക. ഇത് നമ്മൾ അല്പം വലുതാക്കി സ്റ്റിച്ച് ചെയ്താലും കുഴപ്പമില്ല, വലുതാക്കി തുണി കട്ട് ചെയ്താലും കുഴപ്പമില്ല. കാരണം സ്റ്റിച്ച് ചെയ്ത ശേഷം ഫുള്ളായിട്ട് സ്ലീവിൻ്റെ തുമ്പ് മുതലൊന്ന് കട്ട് ചെയ്ത് നമ്മൾ ലെവൽ ചെയ്ത് വെക്കുന്നുണ്ട്. അത് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ പെർഫെക്ഷന് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ അതാ നമ്മൾ എക്സ്ട്രാ വരച്ചിട്ട് സ്ലീവ് കട്ട് ചെയ്യുവാണ്. ചില സമയം നമുക്ക് ആ തേരിൻ്റെ ഭാഗം വെച്ചിട്ട് ഒരു സ്ലീവ് 2 പീസായിട്ട് സെൻറ്റർ യോജിച്ചാണ് കിട്ടുക. ചില സമയം നമ്മളിതാ ഇതുപോലെ വലിയ തുണിയാണെങ്കിൽ മടക്കി ഇടുമ്പോൾ ഇത്രയും ഒരു പീസൊക്കെ കിട്ടാതെ വരും. അപ്പോൾ വേസ്റ്റ് പീസിൽ നിന്നും അവിടെ ഒരു പീസ് പിടിപ്പിച്ച ശേഷം സെൻറ്റർ വെച്ച് മടക്കിയിട്ട് ആ കറക്റ്റ് കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ അതേ ഷേപ്പിൽ ഈ എക്സ്ട്രാ പിടിപ്പിച്ചിരിക്കുന്ന ഭാഗം കട്ട് ചെയ്തെടുത്താൽ നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടാം സാരി ബ്ലൗസിൻ്റെ ചെയ്യുന്നതായിട്ട്. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും സ്ലീവ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പ്രിൻസസ് കട്ടിൻ്റെ പീസും സെൻറ്റർ പീസും ഉണ്ട്, സ്ലീവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നെക്കിലേക്കുള്ള പീസ് മാത്രം മതി. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.